ഹോർമൂസിൽ ഈടാക്കുന്നത് ടോൾ അല്ലെന്ന് ഇറാൻ. നാവിഗേഷൻ സേവനങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള സേവന നിരക്കുകൾ മാത്രമാണ് ഈടാക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായാൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹോർമൂസ് കടലെടുക്ക്, പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടൽ എന്നിവിടങ്ങളിൽ നൽകുന്ന സമുദ്ര സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് ഈ ഫീസ് ഈടാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലെ സാഹചര്യത്തിൽ ഹോർമൂസിൽ ഇറാൻ തങ്ങളുടെ നിയന്ത്രണം ശക്തമാക്കിയിട്ടുണ്ട്. ദ്വീപുകളിൽ ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചും കർശനമായ സൈനിക നിരീക്ഷണങ്ങളിലൂടെ ഷിപ്പിംഗ് റൂട്ടുകൾ നിയന്ത്രിച്ചുമാണ് ഇറാൻ ആധിപത്യം ഉറപ്പിക്കുന്നത്. വാണിജ്യ കപ്പലുകൾ കടലിടുക്കിലൂടെയുള്ള തങ്ങളുടെ സഞ്ചാരം ഇറാനിയൻ അധികൃതരുമായി ഏകോപിപ്പിക്കേണ്ട പുതിയ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ സൈനിക നിരീക്ഷണം വർദ്ധിപ്പിക്കുകയും കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തതോടെ കപ്പൽ ഗതാഗതം ഗണ്യമായി കുറഞ്ഞു. മുമ്പ് പ്രതിദിനം 125 മുതൽ 140 വരെ കപ്പലുകൾ ഈ പാതയിലൂടെ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ സമീപ മാസങ്ങളിൽ ഇതിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ലോകത്തിലെ എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 1/5 ഭാഗവും ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് ഈ പാതയിൽ ഉണ്ടാകുന്ന ഏത് തടസ്സവും ആഗോള ഇന്ധനവിലയെയും വിതരണ ശൃംഖലയെയും ബാധിക്കും. ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ പ്രധാന ഏഷ്യൻ രാജ്യങ്ങൾ എണ്ണ ഇറക്കുമതിക്കായി ഈ പാതയാണ് ആശ്രയിക്കുന്നത്.